Is the screen is visible? Okay. So today we are going to discuss our first module. Okay. നമ്മൾ ഇന്നലെ സെക്കൻഡ് മൊഡ്യൂൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, തേർഡ് മൊഡ്യൂൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ന്യൂമറിക്കൽസ് ചെയ്ത് നോക്കുക. നമ്മൾ കുറച്ച് ന്യൂമറിക്കൽസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഓരോ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ടിലും തന്നിട്ടുണ്ട്. പ്ലസ് നിങ്ങൾക്ക് ടെക്സ്റ്റിൻ്റെ PDF ഷെയർ ചെയ്യാം. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇനി എടുക്കാം. ഓക്കെ, ഫോർത്ത് മൊഡ്യൂളിൽ എന്തൊക്കെ ടോപ്പിക്സ് ആണെന്നുള്ളത് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്ന് വരുന്നത് ഫ്രീക്വൻസി ഡൊമെയിൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. ഓക്കെ, അപ്പം നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു ഫ്ലോ ചാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? പീരിയോഡിക് ആൻഡ് നോൺ പീരിയോഡിക് സിഗ്നൽസ്. അവിടെ കണ്ടിന്യൂസ് ടൈം ഡൊമെയിനുള്ള സിഗ്നൽസിനെ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമെയിനിൽ എസ് ഡൊമെയിനിലൊക്കെ കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസിന്റെ ഒരു ഫ്ലോ ചാർട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അത് പീരിയോഡിക് ആണെങ്കിൽ ഒരു സീരീസ് വരും, ട്രാൻസ്ഫോം വരും, അങ്ങനെ. ഓക്കെ, തേർഡ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചത് എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോം ആൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഫോർ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആണ് പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ഫോർ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് ആണ്. ഓക്കെ, നമ്മൾ ഇത്ര വരെ ടൈം സിഗ്നൽസിന്റെ കേസ്. ഇനി ഫോർത്ത് മൊഡ്യൂൾ discrete time signals are. Okay, so for frequency domain representation of discrete time signals. Okay, there is discrete time Fourier series for discrete periodic signals and its properties. And next comes discrete time Fourier transform DTFT and its properties. Okay, and analysis of discrete time LTI systems using DTFT, magnitude and phase response, etc. Okay, ഇത്രയാണ് എന്ത് ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫോർത്ത് മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഓർ DTFT ആണ്. ഓക്കെ, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ ട്രാൻസ്ഫോം ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് ടൈം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ബട്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്. ഓക്കെ, അതാണ് DTFT, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം DTFT. ഓക്കെ, ആ ഒരു ഓർഡർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്തായിരുന്നു? ഫോറിയർ ട്രാൻസ്ഫോമിന് മുന്നേ ഫോറിയർ സീരീസ് ആയിരുന്നു പഠിച്ചത് അല്ലേ? അപ്പോൾ ഫോറിയർ സീരീസ് പഠിച്ചു, ദെൻ ഫോറിയർ ട്രാൻസ്ഫോം പഠിച്ചു, ദെൻ ലാപ്ലേസ് ട്രാൻസ്ഫോം പഠിച്ചു. അങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് നോക്കുന്നത്, എന്നിട്ട് നമുക്ക് ഫോറിയർ സീരീസ് നോക്കാം. ഓക്കെ, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം DTFT. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാം നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് നീറ്റായിട്ട് പഠിച്ചാൽ അത് കമ്പയർ ചെയ്ത് ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇക്വേഷൻസ് ഒക്കെ ആ ഒരു ചെറിയ വേരിയേഷൻസേ ഉള്ളൂ, അത്ര വലിയ ഡിഫറൻസസ് ഇല്ല. എന്നാലും സം ഡിഫറൻസസ് അവിടെ ഉണ്ട്. എന്നാലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമാകും. ഓക്കെ, സോ നമുക്ക് ഫോർത്ത് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. Signals are broadly classified as continuous signals and discrete time sequences. അല്ലേ? സിഗ്നൽസ് നമ്മൾ ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ CT ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസ് DT. Okay, frequency domain analysis of continuous time signals are carried out using transformation tools like continuous time Fourier series, continuous time Fourier transform CTFT and Laplace transform. Okay, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫ്രീക്വൻസി ഡൊമൈൻ അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ടൈം are using tools like continuous time Fourier series, that is CTFS, and the continuous time Fourier transform, that is CTFT, and the Laplace transform. Okay, and in similar manner, discrete time sequences in time domain X of n can also be converted into frequency domain using transformation tools like discrete Fourier series DTFS, and a discrete time Fourier transform, that is DTF, and set transform, etc. Okay, ഈ ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസിനെ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസസ് അല്ലെങ്കിൽ അവിടെയുള്ള സിമിലാരിറ്റീസ് അതൊന്ന് നോക്കുക, കമ്പയർ ചെയ്ത് പഠിക്കുക.
കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആണെങ്കിൽ നമ്മൾ അവിടെ CTFS, കണ്ടിന്യൂസ് ടൈം ഫോറിയർ സീരീസ് ആൻഡ് കണ്ടിന്യൂസ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം, CTFT ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം, ഈ ടൂൾസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസ് ആണെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് എന്തൊക്കെയാണ്? Discrete time Fourier series, that is DTFS, and a discrete time Fourier transform, that is DTFT, and set transform, etc. Okay, അപ്പോൾ അത് നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. നമ്മൾ ഇനി 4th and 5th മൊഡ്യൂൾസിൽ ഡിസ്കസ് ചെയ്യുന്നത് CTFS, CTFT ആൻഡ് സെറ്റ് ട്രാൻസ്ഫോം ആണ്. ഓക്കെ, ഈ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ കമ്പയർ ചെയ്ത് തന്നെ നമുക്ക് സെറ്റ് ട്രാൻസ്ഫോമും പഠിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് മനസ്സിലാവും. നിങ്ങൾ ഇവിടെ ചെറിയൊരു ഫ്ലോ ചാർട്ട് നോക്കുക. In the case of discrete time sequences x of n in time domain, there are two classifications, that is periodic and non-periodic signals. Okay, in the case of periodic signals, we are using discrete time Fourier series tool. Okay, നമ്മൾ DTFS ആണ് യൂസ് ചെയ്യുക. And in the case of non-periodic signals, we are using DTFT, that is discrete time Fourier transform. And also we are using set transform. Okay, അത് ആലോചിച്ച് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. എല്ലാം നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇപ്പൊ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചു CTFS, എന്താണ് CTFT, ആൻഡ് എന്താണ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അത് നിങ്ങൾ നീറ്റായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസിന്റെ കേസിൽ അതൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. DTFT used for a periodic sequence x of n in time domain into frequency domain. Okay, but DTFT എന്താണ്? It is a transforming tool to convert a discrete time aperiodic sequence into its corresponding frequency domain. Okay, so this tool is very popular in digital signal processing as it gives information on different frequency content present in the signal. Another advantage of frequency domain is that complicated convolution operation of two sequences in discrete time domain can be converted into simple multiplication in frequency domain. ആ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ കണ്ടിന്യൂസ് ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. ഒന്നെന്താണ്, ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസിലുള്ള ടൈം ഡൊമൈനിലുള്ള സിഗ്നൽസിനെ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിലൊക്കെ അത് മോർ യൂസ്ഫുൾ ആണ്. ഓക്കെ, അവിടെ നമ്മൾ ഡിഫറെന്റ് സെക്ഷൻസിൽ എന്തുണ്ട്, ഇതുപോലെയുള്ള ഡിസ്ക്രീറ്റ് സീക്വൻസസ് ഇൻ ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, നമ്മളിപ്പം ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈനിലുള്ള ആ ഒരു സീക്വൻസിന് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിൽ അതിന്റെ ടൈം ഡൊമൈനിന് കൺവേർട്ട് ചെയ്ത് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റുവാണെങ്കിൽ നമുക്ക് കൺവല്യൂഷൻ പ്രോസസ് എളുപ്പമാണ് അല്ലെ. നമ്മൾ ടൈം ഡൊമൈനിലാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഡിഫറെന്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കൺവല്യൂഷൻ ഓപ്പറേഷൻസ് ക്യാരി ഔട്ട് ചെയ്യണം. ബട്ട് അതിനെ ആണെങ്കിൽ കൺവല്യൂഷൻ ബൈ മൾട്ടിപ്ലൈയിങ് എക്സ് ഓഫ് എച്ച് അല്ലെ, ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്ത് രണ്ടും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ കൺവല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു സിസ്റ്റത്തിന്റെ പെർഫോമൻസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ഓരോ ട്രാൻസ്ഫോർമേഷൻ ടൂൾസിലും പറയുന്നതാണ്. കൺവല്യൂഷൻ ഓപ്പറേഷൻ എളുപ്പമാകും, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, so there are many similarities in analyzing CTFT and DTFT. However, there are also some important differences. Okay, അതുള്ളതാണ്. നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ CTFT ആൻഡ് DTFT എന്താണ്, സംവാട്ട് സിമിലർ ആണ്, ഓപ്പറേഷൻസ് സിമിലർ ആണ്, ഇക്വേഷൻസ് ഒക്കെ ചെറിയ വേരിയേഷനേ വരുള്ളൂ. CTFT ആണെങ്കിൽ ഇന്റഗ്രേഷൻ വരും, DTFT ആണെങ്കിൽ സമ്മേഷൻ വരും. ഓക്കെ, ചെറിയ ചെറിയ ഡിഫറൻസസേ ഉള്ളൂ. ബട്ട് എന്താണ്, അത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ് അല്ലെ. ഒന്ന് കണ്ടിന്യൂസ് ടൈമിന്റെ കേസിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്, ഒന്ന് ഡിസ്ക്രീറ്റ് ടൈമിന്റെ കേസിലുള്ള ട്രാൻസ്ഫോർമേഷൻ ടൂൾ ആണ്. ഓക്കെ, അപ്പൊ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്താണെന്ന് മനസ്സിലായില്ലേ? ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്, ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസിനെ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ടൂൾ ആണ് DTFT, ലൈക്ക് CTFT ഇൻ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ്. ക്ലിയർ ആണോ? ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഈ കുറേ ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആകരുത്. ഓക്കെ,
നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. എല്ലാം ഡിഫറെന്റ് അല്ല. നമ്മൾ ഇപ്പൊ സെക്കൻഡ് ആൻഡ് തേർഡ് മൊഡ്യൂളിൽ ഇപ്പം കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിന്റെ കേസാണ് പഠിക്കുന്നതെങ്കിൽ ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് എന്താണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിന്റെ കേസാണ് പഠിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് ഒക്കെ സിമിലർ ആണ്. ബട്ട് എന്താണ് ഒന്ന് കണ്ടിന്യൂസ് ടൈം ഡൊമൈനിലാണ്, ഒന്ന് ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈനിലാണ്. എല്ലാം എന്തിനാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് യൂസ് ചെയ്യുന്നത്? അതിനെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഇക്വേഷൻ നോക്കാം. Let x of n be a periodic discrete time sequence. DTFT of this sequence can be obtained by x of e raised to j omega is equal to summation of n is equal to minus infinity to infinity x of n into e raised to minus j omega n. കണ്ടോ, ഇതാണ് എന്ത് DTFT-ന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം നമുക്ക് എക്സ് ഓഫ് എൻ ഒരു ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസിനെ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എക്സ് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഓക്കെ, ദിസ് ഇസ് ദ ഇക്വേഷൻ. എന്തായിരുന്നു CTFT-യുടെ ഇക്വേഷൻ? എക്സ് ഓഫ് ജെ ഒമേഗ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x of t into e raised to minus j omega t dt അല്ലേ? ഇതായിരുന്നു കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിന്റെ കേസിലുള്ള ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസി. മതി. ഡിസ്കിന്റെ കേസ് ഓഫ് ഇ റൈസ് ടു ജെ ഒമേഗയാണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമുക്കറിയാം ഇന്റഗ്രേറ്റ് അല്ല ചെയ്യുക, സമ്മേഷൻ ആണ് അല്ലേ? സോ സമ്മേഷൻ ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടിക്ക് വേറെ എന്ത് എഴുതും? എക്സ് ഓഫ് എൻ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ് അല്ലേ? കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഡിഫറൻസസ്. സോ എക്സ് ഓഫ് എൻ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ എൻ. ഇൻസ്റ്റെഡ് ഓഫ് ടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യും? എൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻസ് എന്ത് ചെയ്യും? കമ്പയർ ചെയ്ത് പഠിക്കാം. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ. ആൻഡ് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. If n is a discrete time sequence, then its DTFT is given by x of e raised to j omega. Okay, and നമുക്ക് അല്ലെങ്കിൽ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. Fourier transform of x of n is equal to x of e raised to j omega. Okay, ഈ റെപ്രസെന്റേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഒന്നുകിൽ നമുക്ക് x of n gives അതിന്റെ മുകളിൽ DTFT എന്ന് എഴുതിയിട്ട് x of e raised to j omega എന്ന് എഴുതാം. Otherwise, we can use this formula also. Fourier transform of x of n is equal to x of e raised to j omega. Okay, ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിന്റെ കേസിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ ക്ലിയർ അല്ലേ? ആ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ച എന്താണ്? ഒരു നോൺ പീരിയോഡിക് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസിന്റെ corresponding frequency domain value കണ്ടുപിടിക്കേണ്ട equation or equation for DTFT operation. Okay, that is equation of DTFT is equal to x of e raised to j omega is equal to summation of n is equal to minus infinity to infinity x of n into e raised to minus j omega n. Equation വേഗം എഴുതിയെടുത്തേ. ഇക്വേഷൻ എഴുതിയെടുത്തോ?
ഇക്വേഷൻ എഴുതിയെടുത്തോ? ഫിനിഷ് ചെയ്തോ? ഓക്കെ. സോ നെക്സ്റ്റ് എന്താണ്? ഫോറിയർ ട്രാൻസ്ഫോമിലേക്കുള്ള കൺവേർഷൻ പറഞ്ഞാൽ നെക്സ്റ്റ് അതിന്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ടാവും അല്ലെ? കണ്ടിന്യൂസ് ടൈമിന്റെ കേസിൽ അങ്ങനെയായിരുന്നു പഠിച്ചത്. നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു, അതിന് നേരെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമും കണ്ടു. അതുപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈമിന്റെ കേസിൽ എന്താണ്? അതിന് ഫോറിയർ ട്രാൻസ്ഫോം ആണെങ്കിൽ DTFT ഉണ്ട്. ദെൻ അതിന്റെ ഇൻവേഴ്സ് ആണെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള ഒരു സിഗ്നലിനെ അതിന്റെ കറസ്പോണ്ടിങ് ടൈം ഡൊമൈനിലുള്ള ഒരു ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസ് ആക്കി കൺവേർട്ട് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് ഈസ് ഇൻവേഴ്സ് DTFT. Okay, so frequency domain discrete sequence x of e raised to j omega can be converted back into time domain discrete time sequences by using the following equation. Okay, that is x of n is equal to, ഇപ്പൊ ഇവിടെ എന്താണ്, നമ്മൾ ഓൾറെഡി ഒരു ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസിനെ വീണ്ടും തിരിച്ചതിന്റെ ഒറിജിനൽ ടൈം ഡൊമൈനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ, ദാറ്റ് ഈസ് ഇൻവേഴ്സ് DTFT, ഇൻവേഴ്സ് ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. Okay, so അതിന്റെ ഇക്വേഷൻ x of n is equal to 1 by 2 pi integral 2 pi x of e raised to j omega into e raised to j omega n into omega. ലിമിറ്റ് രണ്ട് തരത്തിൽ ലിമിറ്റ് എടുക്കാം. ഒന്നുകിൽ നമുക്ക് ഫ്രം -π to π എടുക്കാം, അല്ലെങ്കിൽ 0 to 2π എടുക്കാം. സോ അതാണ് ഇത് ഈ രീതിയിലേക്ക് ഇന്റഗ്രൽ ഇങ്ങനെ ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കാണിച്ചിരിക്കുന്നത്. അത് മീൻ ചെയ്തത് ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 to 2π ലിമിറ്റ് അത് ആ രീതിയിൽ എടുക്കാം, ഓർ ദാറ്റ് ഈസ് ഓൾസോ ഈക്വൽ ടു -π to π. ഓക്കെ, ആ ഇന്റർവൽ കറക്റ്റ് ആണല്ലോ, ടൈം പീരീഡ് കറക്റ്റ് ആണല്ലോ. 0 to 2π ആണെങ്കിലും -π to π ആണെങ്കിലും ടി എത്രയാണ്? 2π ആണ് അല്ലെ? ഫണ്ടമെന്റൽ പീരീഡ് ടി എത്രയാണ്? 2π ആണ്. സോ ആ രണ്ട് ലിമിറ്റും പോസിബിൾ ആണ്. അതാണ് ഇതുപോലെ ഇക്വേഷനിൽ ഇന്റഗ്രൽ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ 2π എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെന്റഡ് ലൈക്ക് ദിസ്. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫോറിയർ ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഈക്വൽ ടു എക്സ് ഓഫ് എൻ. ഈ രീതിയിൽ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാം. സോ ഇൻവേഴ്സ് DTFTയുടെ ഇക്വേഷൻ എന്താണ്? എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 by 2π ഇന്റഗ്രൽ 2π എക്സ് ഓഫ് ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ഇൻറ്റു ഡി ഒമേഗ. ഓക്കെ, ഇതെന്താണ്? നമ്മളെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമിന്റെ കേസിലുള്ള ആ ഒരു ഇക്വേഷൻ തന്നെയാണ് അല്ലെ? 1 by 2π ഇൻറ്റു ഇൻ ദ കേസ് ഓഫ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, കണ്ടിന്യൂസ് ടൈം സിഗ്നലിന്റെ CTFT ഇൻവേഴ്സ് CTFTന്റെ ഇക്വേഷന് സിമിലർ ആണ്. 1 by 2π ഇൻറ്റു ഇന്റഗ്രൽ 2π എക്സ് ഓഫ് ജെ ഒമേഗ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ എൻ ഇൻറ്റു ഡി ഒമേഗ. അവിടെ ഇ റേസ് ടു ജെ ഒമേഗ എന്നിന് പകരം ഒമേഗ ടി വരും. ഓക്കെ, അതായിരുന്നു അവിടെ. എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ആണ് കണ്ടിന്യൂസ് ടൈമിന്റെ കേസിൽ വരിക. ഇവിടെ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു. ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചേ, ഇൻവേഴ്സ് DTFTയുടെ ഇക്വേഷൻ ആൻഡ് ഇറ്റ്സ് റെപ്രസെന്റേഷൻ. അത് രണ്ടും ഒന്ന് എഴുതി വെച്ചേ. ഫിനിഷ് ചെയ്തോ? ഓക്കെ, ദെൻ എന്താണ് ആ ഒരു പാറ്റേൺ ഓർമ്മയില്ല? നമ്മൾ
കണ്ടിന്യൂസ് ടൈം സീക്വൻസിന്റെ കേസിലാണെങ്കിൽ കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിന്റെ കേസിലാണെങ്കിൽ അവിടെ ഫോറിയർ ട്രാൻസ്ഫോം പറഞ്ഞു, ദെൻ അതിന്റെ കൺവേർജൻസ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഡിറിച്ലെസ് കണ്ടീഷൻ. ആ ഫോറിയർ ട്രാൻസ്ഫോം എവിടെയാണ് കൺവേർജ് ചെയ്യുന്നത്, ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ കേസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ ഇവിടെ എന്താണ് എക്സിസ്റ്റൻസ് ഓഫ് DTFT അല്ലെങ്കിൽ കൺവേർജൻസ് ഓഫ് DTFT, അതിന്റെ കണ്ടീഷൻ. ഒരു DTFT കൺവേർജ് ചെയ്യണമെങ്കിൽ വേണ്ട അതിന്റെ കണ്ടീഷൻസ്. ഓക്കെ, DTFT may not exist for all non-periodic discrete time sequences X of n. DTFT എന്താണ്, എല്ലാ നോൺ പീരിയോഡിക് ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസിനും DTFT എക്സിസ്റ്റ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ DTFT എക്സിസ്റ്റ് ചെയ്യുള്ളൂ, അവിടെ മാത്രമേ DTFT കണ്ടീഷൻ കൺവേർജ് ചെയ്യുള്ളൂ. ഓക്കെ, സോ സിൻസ് ദ പ്രോസസ് ഓഫ് ഒബ്റ്റൈനിങ് DTFT ഈസ് ആൻ ഇൻഫൈനൈറ്റ് സമ്മേഷൻ, അത് n is equal to -infinity to infinity വരെ പോകുന്നതാണ് അല്ലെ, അപ്പൊ അതൊരു ഇൻഫൈനൈറ്റ് സമ്മേഷൻ ആണ്. ഈ ഇൻഫൈനൈറ്റ് സമ്മേഷനിൽ ഇത് എവിടേക്ക് കൺവേർജ് ചെയ്യുന്നു നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ അതിനൊരു 2 കണ്ടീഷൻസ് ഉണ്ട്. either x of n is absolutely summable, ഒന്നുകിൽ നമ്മൾ എടുക്കുന്ന x of n, ദാറ്റ് ഈസ് നമുക്ക് ഇൻപുട്ടായി കിട്ടുന്ന ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസ് x of n is absolutely summable ആയിരിക്കണം. ഓക്കെ, summable x of n has a finite energy. അതല്ലെങ്കിൽ അതുപോലെ അബ്സല്യൂട്ട്ലി സമ്മബിൾ ആയി വാല്യൂ അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ ഫൈനൈറ്റ് എനർജി. ഓക്കെ, എക്സ് ഓഫ് n ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള എനർജി വാല്യൂ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താണ്, സമ്മേഷൻ n is equal to -infinity to infinity x of n square mod x of n square should be less than infinity. ഇതെന്താണ്, എനർജിയുടെ ഇക്വേഷൻ, എനർജിയുടെ ഇക്വേഷൻ ആണ്. ആ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി ഓർ ഷുഡ് ബി എ ഫൈനൈറ്റ് വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കുന്ന എല്ലാ ഡിസ്ക്രീറ്റ് ടൈം നോൺ പീരിയോഡിക് സീക്വൻസസും എന്താണ്, അതിനുള്ള DTFT എക്സിസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം അങ്ങനെ DTFT എക്സിസ്റ്റ് ചെയ്ത് അതിനെ നമുക്ക് ആ ഒരു DTFT കൺവേർജ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ഫോളോ either any one of these conditions. ഒന്നുകിൽ എന്താണ്, നമ്മൾ എടുക്കുന്ന ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസ് x of n is absolutely summable ആയിരിക്കണം, അതിന്റെ വാല്യൂസ് ഒക്കെ സം ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. ഓക്കെ, അതർവൈസ് അതിന്റെ പവറിന്റെ വാല്യൂസ് ഒക്കെ സം ചെയ്ത് കഴിഞ്ഞാൽ അത് ഷുഡ് ബി ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ DTFT എക്സിസ്റ്റ് ചെയ്യും, ഓർ അവിടെ DTFT കൺവേർജ് ചെയ്യും. ഓക്കെ, അതാണ് എക്സിസ്റ്റൻസ് ഓഫ് DTFT കണ്ടീഷൻ അല്ലെങ്കിൽ കൺവേർജൻസ് കണ്ടീഷൻ ഓഫ് DTFT. ഇത് നമ്മൾ എല്ലാ ട്രാൻസ്ഫോർമേഷന്റെ കേസിലും പഠിക്കുന്നുണ്ട്. കണ്ടീഷൻസ് ഒക്കെ ഏകദേശം സിമിലർ തന്നെയായിരിക്കും. ഓക്കെ, ഈ DTFT കേസ് ആണെങ്കിലാണ് ഈ പവറിന്റെ ഒരു കേസ് വരുന്നത്. ഇതാണ് കൺവേർജൻസ് കണ്ടീഷൻ ഫോർ DTFT. നെക്സ്റ്റ് നിങ്ങള് ഈ എക്സിസ്റ്റൻസ് ഓഫ് DTFT അത് ക്ലിയർ അല്ലേ, ആ കണ്ടീഷൻസ് ക്ലിയർ അല്ലേ? ഇത് കണ്ടീഷൻസ് നിങ്ങളോട് ചിലപ്പോഴും ഡിഫൈൻ പറഞ്ഞിട്ട് ചോദിക്കും, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ കൺവേർജൻസ് കണ്ടീഷൻ ഫോർ DTFT. ഓക്കെ, ഇപ്പൊ ഇത് കൂടുതലും ചോദിച്ചിരിക്കുന്നത് കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിന്റെ കേസിലാണ്. ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഡിറിച്ലെസ് കണ്ടീഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ബൈ ചാൻസ് ഈ DTFT ഇൻ ദ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസും ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതണം. ഓക്കെ, ആ ഒരു ചെറിയ ഡിഫറൻസ് നോക്കിയാൽ വെച്ചാൽ മതി. കണ്ടിന്യൂസ് ടൈം ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും, ഇന്റഗ്രൽ സം ആയിരിക്കും. ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ഇവിടെ സമ്മേഷൻ ആയിരിക്കും. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നിങ്ങൾ കുറച്ച് യൂസ്ഫുൾ ഫോർമുലാസ് ഫോർ സമ്മേഷൻ ഓഫ് സീരീസ് അതൊന്ന് എഴുതിയെടുക്കണം. നമ്മളിത് മുന്നേ ഈ തരത്തിലുള്ള കുറച്ച് ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസിന്റെ കേസിൽ നമ്മൾ എപ്പോഴും ഇനി സോൾവ് ചെയ്യുന്ന സമയത്ത് സമ്മേഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് വരിക.
ഓക്കെ, സമ്മേഷൻ ആക്ച്വലി -∞ to ∞ ആണ് പോകുന്നത്. അപ്പൊ നമുക്ക് തരുന്ന ഇൻപുട്ട് സിഗ്നൽസ് അനുസരിച്ച് ഇഫ് ഇറ്റ് ഈസ് എ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആണെങ്കിൽ u(t) ആയിരിക്കും. സോ അതിന്റെ ലിമിറ്റ് 0 to ∞ ആയിരിക്കും. ഇനി ഇമ്പൾസ് സ്റ്റെപ്പ് സിഗ്നൽ ആണെങ്കിൽ ഇറ്റ് ഹാസ് വാല്യൂ ഓൺലി അറ്റ് n = 0. ഓക്കെ, അപ്പൊ ആ കേസസിലൊക്കെ നമുക്ക് ലിമിറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ലിമിറ്റ് ചേഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് ആ സമ്മേഷൻ n = 0 to ∞ എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ വരുന്ന സമയത്ത് അതിന്റെ ഫൈനൈറ്റ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ കുറച്ച് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഫോർമുലാസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് യൂസ്ഫുൾ ഫോർമുലാസ് ഫോർ സമ്മേഷൻ ഓഫ് സീരീസ്. ഈ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസിന്റെ കേസിൽ നമ്മൾ എപ്പോഴും കുറച്ച് ഇക്വേഷൻസ് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ സമ്മേഷൻ ഓഫ് എന്തെങ്കിലും ഒരു ടേം വന്നാൽ നമുക്ക് അതിനെ ഫൈനലൈസ് ചെയ്ത് എഴുതണമെങ്കിൽ ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതിയെടുത്തേ. ഇക്വേഷൻസ് ഒന്ന് വേഗം എഴുതിയെടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? സമ്മേഷൻ n = 0 to ∞ a⁻n = 1/1 - a. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ഇക്വേഷൻ ആണ്. ഒരു കണ്ടീഷൻ ഉണ്ട്, ഓൺലി ഇഫ് മോഡ് a <1. സെക്കൻഡ് ഇക്വേഷൻ നോക്കിയേ, സമ്മേഷൻ n = 0 to ∞ n into a⁻n = what? a/1 - a square. n into a⁻n വരുമ്പോൾ a/1 - a square ആകും. ഇതിൽ ഇക്വേഷൻ summation n = 0 to ∞ a⁻n = 1/1 - a. Only if mod a <1. ആ ഇക്വേഷൻസ് ഒന്ന് എഴുതിയെടുത്തേ. ഫിനിഷ് ചെയ്തോ? എഴുതിയോ? ഓക്കെ, ഈ ഒരു ഇക്വേഷൻസ് കൂടി എഴുതിയെടുക്കും. ഈ ഇക്വേഷൻസ് ഒക്കെ ബൈ ഹാർട്ട് പഠിക്കണേ. ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസിന്റെ കേസിലുള്ള ന്യൂമറിക്കൽസ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈനൈറ്റ് സമ്മേഷൻ ഫോർമുലാസ്. ഫസ്റ്റ് വൺ, n = 0 to N. Summation of n = 0 to N. a⁻n = 1 minus a⁻n plus 1 divided by 1 minus a for a not equal to 1. ആ ഒരു കേസ് ഒഴികെ ബാക്കി എല്ലാത്തും പോസിബിൾ ആണ്. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ, സമ്മേഷൻ n = 0 to n, 1 = n plus 1. Then summation n = capital N1 to capital N2, 1, that is equal to n2 minus n1 plus 1. Okay, then summation n = 0 to capital N into n, capital N is equal to n into n plus 1 by 2. Okay, and summation of n = 0 to n square, then n into n plus 1 into 2n plus 1 by 6. Look, important formulas are this is also. Okay, and then finally n is equal to 0 to capital N cube is equal to n square into n plus 1 whole square by 4. Okay, ഇതൊക്കെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് തന്നെയാണ്. അപ്പം ഇതിലുള്ള ഇനി തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ഈ മൊഡ്യൂൾസിലുള്ള കുറെ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ നമുക്ക് ഈ ഇക്വേഷൻസ് ഒക്കെ ആവശ്യമാണ്. ഓക്കെ, സോ ഇതൊക്കെ ഒന്ന് വേഗം എഴുതിയെടുക്കുക. എന്നിട്ട് ഇതൊക്കെ ബൈ ഹാർട്ട് പഠിക്കുകയും വേണം.
ഇതിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാകും. എന്നാലും എല്ലാ ഇക്വേഷൻസും എഴുതിയെടുത്തിട്ട് പഠിക്കണം. ഫിനിഷ് ചെയ്താൽ ഒന്ന് പറയണേ. ഫിനിഷ് ചെയ്തോ? കംപ്ലീറ്റ് ആയോ? ഓക്കെ. സോ ഇക്വേഷൻസ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഒന്ന് നോക്കണേ. അവിടെ എഴുതി വെക്കുക എല്ലാ ഇക്വേഷൻസും. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. എന്നാലും നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസിന്റെ കേസിലുള്ള ഓരോ ട്രാൻസ്ഫോമും ഓരോ സീരീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ ഇന്നിപ്പോൾ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫോർത്ത് മൊഡ്യൂൾ ആണ്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസിന്റെ കേസിലുള്ള ഡിഫറെന്റ് ട്രാൻസ്ഫോർമേഷൻ ടൂൾസ് ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് DTFT ആണ്, ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ. അപ്പോൾ അതെന്തിനാണ്? ഇറ്റ് ഇസ് എ ടൂൾ യൂസ് ടു കൺവേർട്ട് discrete time sequences in time domain into corresponding frequency domain. Okay. അതിന്റെ ഇക്വേഷൻ x of e raised to j omega is equal to summation of n is equal to minus infinity to infinity x of n into e raised to minus j omega n.
Then അതിന് ഇൻവേഴ്സ് DTFT equation x of n is equal to 1 by 2 pi integral 2 pi x of e raised to j omega into e raised to j omega n into d omega. അതിന്റെ റെപ്രസെന്റേഷൻസും ശ്രദ്ധിക്കണം. ദെൻ അതിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കൺവേർജൻസ് കണ്ടീഷൻസ് ഓഫ് DTFT. ഓക്കെ, 2 കണ്ടീഷൻസ് അതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. Then useful formulas for summation of series. Okay, ഈ ഇക്വേഷൻസ് ബൈ ഹാർട്ട് പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഇത് റിലേറ്റഡ് ആയിട്ട് ന്യൂമറിക്കൽസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ DTFT ക്ലിയർ അല്ലേ? DTFT എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ? ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, ഞാൻ സെക്കൻഡ് മൊഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റാർട്ടിങ് പറഞ്ഞിരിക്കുന്ന ആ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കിയാൽ മതി. ആ ഫ്ലോ ചാർട്ട് മൊത്തം നോക്കിയാൽ നമുക്ക് നമ്മുടെ 5 മൊഡ്യൂൾസ് അതിലുണ്ട്. ഓക്കെ, ഒരു സൈഡിലുള്ളത് ഫസ്റ്റ് 1, 2, 3 മൊഡ്യൂൾസിൻ്റെതുണ്ട്. ഫസ്റ്റ് മൊഡ്യൂള് രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ബേസിക്സ് ആണ് നമ്മൾ ഫസ്റ്റ്. അത് കണ്ടിന്യൂസ് ടൈം സീക്വൻസിന്റെ കേസിലാണ്. ഫോർത്ത് ഫിഫ്ത്ത് നോക്കുകയാണെങ്കിൽ ഡിസ്ക്രീറ്റ് ടൈം സീക്വൻസസിന്റെ കേസാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ ന്യൂമറിക്കൽസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.